കേരളം കാത്തിരുന്ന സത്യപ്രതിജ്ഞയ്ക്ക് വിജയിയെല്ലാം എത്തുന്നുണ്ട്. സത്യത്തിൽ വിജയ് മാത്രമാണോ വരേണ്ടത്? വിജയ് മാത്രമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന്റെ ഒരു ചരിത്ര മുഹൂർത്തമാണ്. UDF അധികാരത്തിൽ വരുന്നു. VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരാൻ പോവുകയാണ്, സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ വിജയ് വരുന്നുണ്ട് എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് കേൾക്കുകയാണ്. പക്ഷെ അവിടേക്ക് ക്ഷണിക്കേണ്ടുന്ന ചില അതിഥികളുണ്ട്. അവരെ പ്രത്യേകം VD സതീശൻ തന്നെ ക്ഷണിക്കണമെന്നാണ് നമ്മളെപ്പോലുള്ള ഇത് കാണുന്ന ആളുകൾക്ക് പറയാനുള്ളത്. അതിൽ ഒന്നാമത്തെ പേരുകാരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോന്നി MLA KU ജനീഷ് കുമാർ. കാരണം അദ്ദേഹത്തിനെ ക്ഷണിക്കേണ്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം ആദ്യമായിട്ട് VD സതീശൻ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞു 100+ സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും എന്ന് കൃത്യമായി അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ KU ജനീഷ് കുമാറാണ് ആദ്യമായിട്ട് വന്നിട്ട് അത് ഇതിന് ആക്കം കൂട്ടുന്നത് എങ്ങനെയാണ് ഈ 100 സീറ്റിലേക്ക് UDF എത്തിക്കാൻ ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ VD സതീശനെ കോന്നി വനങ്ങളിലേക്ക്, ശ്രീരാമന്റെ ഒക്കെ വനവാസത്തിന്റെ സ്മരണകൾ ഉറങ്ങുന്ന കോന്നി വനത്തിലേക്ക് ആദ്യം ക്ഷണിക്കുന്നത് KU ജനീഷ് കുമാറാണ്. അതേപോലെ തന്നെ അന്ന് അദ്ദേഹം അതിന്റെ കൂടെ ഇപ്പോൾ രാമന്റെ കൂടെ ലക്ഷ്മണൻ ഉണ്ടായതുകൊണ്ട് VD സതീശന്റെ കൂടെ തന്റെ സന്തത സഹചാരിയായിട്ടുള്ള DCC പ്രസിഡന്റ് ഷിയാസിനെ കൂടെ വിളിക്കുന്നുണ്ട്. ലക്ഷ്മണനെ പോലെ അദ്ദേഹത്തിനും വരാം, ഈ രണ്ടുപേരെയും ഞാൻ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ്. അപ്പോ അദ്ദേഹം അന്നാ ക്ഷണിച്ചതിന് മറുപടിയായിട്ട് ഇന്ന് വേണമെങ്കിൽ നമ്മുടെ VD സതീശന് നിയമസഭയിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ ക്ഷണിക്കാം. അതായത് ശ്രീരാമന്റെ പട്ടാഭിഷേകത്തിന് കാണണമല്ലോ. വനവാസത്തിന് ക്ഷണിച്ച ആൾ ഒരു ദയ, വനവാസത്തിന് തന്റെ വനം വിട്ടുകൊടുക്കാമെന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു സ്നേഹമുണ്ടല്ലോ, കരുതലുണ്ടല്ലോ, ആ കരുതലിന് മറുകരുതലായിട്ട് പട്ടാഭിഷേകത്തിലും അദ്ദേഹം അത് കാണാൻ വരണമെന്നാണ് സാധാരണപ്പെട്ട ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതേപോലെ മറ്റൊരു പേരുണ്ട്, അത് സന്ദീപ് ആനന്ദഗിരിയാണ്. ഈ സന്ദീപ് ആനന്ദഗിരി ഒരു ഫേസ്ബുക്കിൽ നമുക്കറിയാം, കാവ്യ വസ്ത്രം ധരിച്ച അത്രയ്ക്ക് എല്ലാം വിട്ടെറിഞ്ഞു പോകുന്ന ആളുകളാണ് ഈ സന്യാസികൾ എന്ന് പറയുന്നത്. അപ്പം ഈ സന്ദീപ് ആനന്ദഗിരി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വനവാസത്തിന് പോകുന്നതിന് മുമ്പിട്ട് രാമൻ ഗീത പഠിച്ചിട്ടൊക്കെയാണ് പോകുന്നത്, അപ്പം ഗീത പഠിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് നമുക്കറിയാം എങ്ങനെയാണെങ്കിലും കറങ്ങി തിരിഞ്ഞു കൊള്ളാൻ പോകുന്നത് VD സതീശനാണ്. വനവാസം പറഞ്ഞ അദ്ദേഹമാണല്ലോ. വനവാസത്തിന് പോകുന്നവർ ഗീത പഠിച്ചു കഴിഞ്ഞാൽ, രാമൻ ഗീത പഠിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അദ്ദേഹത്തിനെ കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പൊ എന്താണെങ്കിലും അത് കേൾക്കാൻ ഗീത അദ്ദേഹം പഠിച്ചു. എനിക്ക് തോന്നുന്നു VD സതീശനെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ, ബൈബിളിനെ പറ്റി ഗീത മാത്രമല്ല ബൈബിളും കൈവശമുണ്ട്. എന്താണെങ്കിലും അപ്പൊ ഗീതയും അദ്ദേഹം പഠിച്ചിട്ടുണ്ടാകും. അപ്പം ഗീതയില് അർജുനന് ഉപദേശിക്കുന്നു അല്ലെ, നീ പോയി വിജയിച്ചു വാ, ഒന്നെങ്കിൽ നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വർഗാരോഹണം അല്ലെങ്കിൽ അത്തരത്തിൽ പോകും, അല്ലെങ്കിൽ നീ വിജയിച്ചു കഴിഞ്ഞാൽ നിന്റെ പട്ടാഭിഷേകമാണ് എന്ന് പറയുന്ന രീതിയിൽ വിജയിച്ചു വാ എന്ന് പറയുന്നതാണ്. അർജുനനെ പോലെ VD സതീശൻ വിജയിച്ച് അദ്ദേഹത്തിന്റെ പട്ടാഭിഷേകത്തിന് പോകുമ്പോൾ അത് കാണാൻ വരേണ്ട ഒരാൾ കൂടിയാണ് സന്ദീപ് ആനന്ദഗിരി. അതേപോലെ മറ്റൊരു പേര് പറയുകയാണെങ്കിൽ എനിക്ക് എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത്, എന്റെ മനസ്സിൽ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ UDFകാരുടെയും കോൺഗ്രസ്സുകാരുടെയും സാധാരണപ്പെട്ട ജനങ്ങളുടെയും മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് റിപ്പോർട്ടർ ചാനലിലെ ആന്റോ അഗസ്റ്റിനെയും അതേപോലെ തന്നെ അരുൺകുമാറിനെ. ഇവരെ രണ്ടുപേരും പ്രത്യേക ക്ഷണിക്കണം. മുൻനിരയില് ഏറ്റവും അടുത്തിരുന്നാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവരാണ് ഈ ജയം കൂടുതൽ ആഗ്രഹിച്ചത്. ആഗ്രഹിച്ചത് മാത്രമല്ല, അവരെന്തെല്ലാം കഷ്ടപ്പാടുകളാണ് ഈ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി അവർ ചെയ്യുന്നത് നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞ ദിവസം പോലും ആദ്യമേ തന്നെ അരുൺകുമാർ പറയുകയാണ്, കോൺഗ്രസിനെ ഇത്ര കണ്ട് അവർക്ക് വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ രമേശ് ചെന്നിത്തല രാജിവെക്കാൻ പോകുന്നു, അദ്ദേഹം രാജിക്കത്ത് എഴുതാൻ ഓഫീസിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്, ഇന്ന് അദ്ദേഹം രാജി കൊടുക്കും എന്നെല്ലാമുള്ള രീതിയിൽ വളരെ കഷ്ടപ്പെട്ട് എവിടുന്നൊക്കെയോ അദ്ദേഹം ന്യൂസ് കൊണ്ടുവന്ന് വായിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരാളുടെ പേര് കൂടി മറന്നുപോയി, നമ്മുടെ നികേഷ് കുമാർ. നികേഷ് കുമാറിനെ നമ്മള് മറക്കാൻ പാടുള്ളൂ. ഇപ്പോ LDFനെ സംബന്ധിച്ച് അവരുടെ പുതിയ താത്വിക ആചാര്യന്മാരുണ്ടല്ലോ, അതിന്റെയൊക്കെ അപ്പുറത്ത് അതെല്ലാം കടന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരുടെ ഗുരുതുല്യനാണ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ ഒരു UDF വിജയത്തിന് ഒരു പാലമായി പ്രവർത്തിച്ചത് ഈ നികേഷ് കുമാറാണ്. അതായത് തന്റെ PR വർക്കിലൂടെ UDFന്റെ ഒരു പ്രതിച്ഛായ
അല്പം കൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ അല്പം എന്നല്ല ഒരു ഇത്തിരി കഷ്ടപ്പെട്ടു നികേഷ്. അതെ, അദ്ദേഹം വളരെയധികം എവിടുന്നെല്ലാമോ ആ റിപ്പോർട്ടുകളൊക്കെ കൊണ്ടുവന്നിട്ട് അടിച്ച് പരത്തിയ വാചകങ്ങളിലൂടെ അദ്ദേഹം വളരെ വലിയ രീതിയിലാണ് വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചത്. ഇപ്പം നമുക്കറിയാം വി ഡി സതീശനായിരുന്നു UDF നയിച്ചത്. ആ നയിക്കുന്ന വേളയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്, ഇപ്പൊ നികേഷ് കുമാറിനെ പോലെ. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക്, നികേഷ് കുമാറിനെക്കാളും ഒക്കെ അപ്പുറത്തേക്ക് വി ഡി സതീശൻ പ്രത്യേകം ക്ഷണിക്കേണ്ട 1-2 അതിഥികളുടെ പേര് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ അതിഥി വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശനെ വിളിച്ചിരുത്തി ഫ്രണ്ടിൽ സീറ്റ് കൊടുത്തിട്ട് അത് കാണിച്ചു കൊടുക്കണം. കാരണം വെള്ളാപ്പള്ളി നടേശനാണ് ഈ നമ്മുടെ വി ഡി സതീശനെ ഈ ബഫൂൺ കോമാളി എന്നൊക്കെ ഉള്ള രീതിയിൽ വലിയ രീതിയിൽ രീതിയിൽ ആക്രമിച്ചിട്ടുള്ളത് വെള്ളാപ്പള്ളി നടേശനാണ്. അതേപോലെ തന്നെ 100 സീറ്റ് പോട്ട് 98, 2 സീറ്റ് കുറയട്ടെ, 98 കിട്ടിയാൽ പോലും ഞാൻ എൻ്റെ ഈ ചുമതല രാജിവെച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് കിട്ടിയതിന്റെ അന്ന് തന്നെ വാക്ക് മാറ്റി പറഞ്ഞ ആളാണ്. ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടേ ഇല്ല, പറഞ്ഞിട്ടേ ഇല്ല. അപ്പോ അതേപോലെയാണ്. അപ്പോ ആദ്യമേ അദ്ദേഹത്തിന് വിളിക്കണം. വെള്ളാപ്പള്ളി നടേശൻ UDF ഐശ്വര്യമാണ്. അപ്പൊ എനിക്കൊന്ന് KPCC ഓഫീസിലെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ ഒരു പടമിട്ട് പൂവിട്ട് വെക്കണം. കാരണം നമ്മുടെ വീടിന് മുന്നിൽ ഇന്റെ ദൈവം, ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്ന പോലെ UDF വിജയത്തിന് ഐശ്വര്യം ആരാധ്യ പുരുഷനാണ്. UDF ആരാധ്യ പുരുഷനാണ്. CPM പോലും ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. UDF നേരത്തെ തിരിച്ചറിഞ്ഞു. വി ഡി സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അല്ലേ പറയട്ടെ 1000 വോട്ടോട് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടും. പിന്നീടാണ് LDF മനസ്സിലായത്. കഴിഞ്ഞ ദിവസത്തെ അവരുടെ ജില്ലാ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഓരോ വാക്കിനും 1000 വോട്ട് വെച്ച് പോവുകയായിരുന്നു, അത് ആരും അറിയാതെ പോയി എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് ആളുകളുണ്ട്. അപ്പം ഇവരെ എല്ലാം വിളിക്കണം. ഇനിയും കുറെ ആളുകളുണ്ട്. അതായത് ഇപ്പോൾ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പേഴ്സണൽ റിവഞ്ച് തീർക്കാൻ കഴിയുന്ന, ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, തന്റെ കുട്ടികളെ ആക്രമിച്ച ആളുകൾ. അപ്പോ അതേപോലെ ആ ഗൺമാനെ കൊണ്ടുവന്ന് ഇരുത്തണം. പാറാവ് നിർത്തണ്ട, അവിടെ വന്നൊന്ന് ഞാൻ മുഖ്യമന്ത്രിയായി പട്ടാഭിഷേകം ചെയ്യുന്നു, നിങ്ങളൊന്ന് കാണണം. ഇതെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ ഈ ഓർമ്മപ്പെടുത്തലിൽ ഇവർ ഓരോ കാര്യങ്ങളും ഓർക്കണം. അത് മാത്രമല്ല, ഇപ്പോ ആ ഗവൺമെന്റ് കാര്യം പറയുന്നതിനപ്പുറത്തേക്ക് പറയേണ്ട 1-2 വാക്കുകൾ ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂത്ത് കോൺഗ്രസ്സുകാർ പ്രത്യേക ഒരു പൂച്ചണ്ടെങ്കിലും അദ്ദേഹത്തിന് നൽകണം. അതിന് മുകളിൽ ആളുകളുണ്ടെന്നേ. ഇപ്പം TP സെൻകുമാറിനെ പോലുള്ള മുൻ DGP, അദ്ദേഹത്തിന്റെ വാക്കിലൊക്കെ അദ്ദേഹം വി ഡി സതീശനെ കുറിച്ചൊക്കെ പറഞ്ഞുള്ള വലിയ രീതിയിൽ കടന്നാക്രമിച്ചുള്ള ആളുകളാണ്. അപ്പം നമ്മുടെ മുന്നിലുണ്ട് ഇവരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് ഇപ്പൊ വി ഡി സതീശനെ പറ്റി എന്നുള്ളതല്ല. ഇപ്പൊ പ്രേംകുമാർ, അപ്പോ ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ ഒരാളുടെ പേര് രാഹുൽ വിട്ടുപോയി. ആരാണ്? നമ്മുടെ മുൻ വനം മന്ത്രി AK ശശീന്ദ്രൻ. അതായത് വി ഡി സതീശന്റെ വനവാസത്തിന് ഒരു ഫോറസ്റ്റ് തന്നെ വനം വകുപ്പിന്റെ ഫോറസ്റ്റ് തന്നെ വിട്ടു കൊടുക്കുമെന്ന് കമ്മ്യൂണിസ്റ്റുകാർ നമ്മൾ മറന്നുപോയി. അവര് അത്രയും ദയാലുക്കളാണ്. അപ്പൊ ഒരാൾ ഒരു വനം തന്നെ വിട്ടുകൊടുക്കാം, വനവാസത്തിന് പോകുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതാ വനം എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ പോയി. പക്ഷെ ജനങ്ങൾ പറഞ്ഞു വനവാസത്തിന് മുമ്പിട്ട് പട്ടാഭിഷേകം തന്നെയാണ് നല്ലത്. ഓ, ഇത്രയും നാളും വനവാസമായിരുന്നല്ലോ. 10 കൊല്ലക്കാലമായിട്ട് UDF ഒരു വനവാസത്തിലായിരുന്നു. ആ 5 കൊല്ലക്കാലം പിന്നീട് ആ UDF നയിച്ചത് വി ഡി സതീശനായിരുന്നു. അപ്പൊ വനവാസം കഴിഞ്ഞു. യഥാർത്ഥത്തിൽ വനവാസം കഴിഞ്ഞ് പട്ടാഭിഷേകത്തിന് പോകുമ്പോഴാണ് അദ്ദേഹം വനവാസത്തിലേക്ക് ഇനിയും വേണമെങ്കിൽ വനവാസത്തിലേക്ക് പോകാമെന്ന് പറയുന്നത്. പക്ഷേ അവസാന നിമിഷം അത് പട്ടാഭിഷേകത്തിലേക്ക് ചെന്നെത്തുന്നു. എന്താണെങ്കിലും ഈ പട്ടാഭിഷേകം കാണാൻ ചില ആളുകൾ കൃത്യമായി വരേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവരെ ക്ഷണിക്കേണ്ടതുണ്ട്. വി ഡി സതീശൻ അവരെ ക്ഷണിക്കുമെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. അതേപോലെ തന്നെ ഇപ്പൊ പല ആളുകളുണ്ട്. ഇപ്പോ സുകുമാരൻ നായർ, അപ്പോ അതേപോലെ ഈ വി ഡി സതീശനെ കടന്നാക്രമിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ആളുകളുണ്ട്. STP നമ്മള് ഒരിക്കലും വിട്ടുപോകരുത്. STP പേര് ഈ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശന് ഏറ്റവും കൂടുതൽ മൈലേജ് ഉണ്ടാക്കി കൊടുത്തൊരു സംഘടന ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ STP ആണ്. STP ഉണ്ടാക്കി കൊടുത്തൊരു വലിയൊരു ഹൈപ്പല്ല. ഇന്നൊരു പ്രതിച്ഛായ പുരുഷനായിട്ട് വി ഡി സതീശൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോ പിണറായി വർഗീയതയോട് നോ കോംപ്രമൈസ് എന്ന് പറഞ്ഞ വി ഡി സതീശന് അത്ര വലിയ മൈലേജ് കിട്ടണം. അതിന് പിന്നിൽ ഇതുപോലുള്ള ഓരോ പാർട്ടികളാണ്. ഈ ബാഹുബലിയിൽ നമ്മൾ കാണത്തില്ലേ, ഇപ്പോ ചെറിയ ബിംബം, അതിന്റെ മേളില് വലിയ രീതിയിൽ. അപ്പൊ അതേപോലെ വലിയ രീതിയിലേക്ക് വി ഡി സതീശനെ ഉയർത്തിക്കൊണ്ടുവന്നത് STP ആണ്. STP പലതവണ വി ഡി സതീശനെ വെല്ലുവിളിച്ചു. നിങ്ങളുടെ നിലപാട് മാറ്റുന്നുണ്ടോ, അതോ ഞങ്ങളുടെ വോട്ട് വേണമെങ്കിൽ നിങ്ങളുടെ നിലപാട് STP സ്ഥാനാർത്ഥിയെ വരെ നിർത്തി.
അങ്ങനെയല്ലേ വി ഡി സതീശന്റെ നിലപാടുകൾക്ക് ഒരു മത നേതാവിന്റെയും തിണ്ണ നിറങ്ങാൻ പോകാതെ എനിക്ക് ജയിക്കാൻ അറിയാം, UDF ജയിക്കാൻ അറിയാം എന്ന് പറയുന്ന രീതിയിലേക്ക് വി ഡി സതീശൻ നിലപാടുകൾ മാറ്റുന്നു. അതേസമയം ഈ വി ശിവൻകുട്ടിയിലേക്ക് നോക്കുകയാണെങ്കിൽ ആര് വോട്ട് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും എന്നുള്ള ഒരു നിലപാടിലായിരുന്നു. അതുപോലെ ബിനോയ് വിശ്വം തിരുത്താൻ തയ്യാറായില്ല. അതായത് അത് മാത്രമല്ല, ഈ ബിനോയ് വിശ്വം SDPയുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നുമില്ല, പക്ഷേ അവരെ തള്ളുന്നുമില്ല. അതെ, അവിടെ എല്ലാം ആർക്കാണ് ഗുണം ചെയ്തത്? വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു നിലപാടിന്റെ രാജകുമാരനെ, അല്ലെങ്കിൽ വർഗീയതയ്ക്കെതിരെ പോരാടുന്ന ഒരു അതിശക്തനായിട്ടുള്ള ഒരു നേതാവിനെ നമുക്കവിടെ നറേറ്റ് ചെയ്തെടുക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇവരൊക്കെയാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി ഉണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. അപ്പോ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ, മുഖ്യമന്ത്രിയായി പട്ടാഭിഷേകം ചെയ്യുമ്പോൾ ഇവരെല്ലാം കാണാൻ വരണം. ഇതെല്ലാം ഇവരാണ് യഥാർത്ഥത്തിൽ കാണേണ്ടത് ആരാണ് ഇപ്പോൾ ഉള്ള വി ഡി സതീശൻ എന്ന്.